ധാരാളം ദിക്ർ ചൊല്ലിക്കോ. എല്ലാം അല്ലാഹുവിന്റെ വിധി പോലെ നടക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് ദിക്റിലൂടെ അടുത്തോ, സ്വലാത്തിലൂടെ അടുത്തോ. സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ മേലെ നീ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഇബാദത്ത് ലോകത്ത് വേറെയില്ല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മളെ ഖുതുബ, നമ്മളെ ജുമുഅ ജമാഅത്ത്, ഞങ്ങളെ പ്രസംഗം, ഞങ്ങളെ വയല്, നിങ്ങൾ ഇരുന്നത്, നിങ്ങൾ കേട്ടത്, ഇതിനെല്ലാം ആഖിറത്തിൽ കൂലി കിട്ടണമെങ്കിൽ ഇഖ്ലാസ് ക്ലിയർ വേണം, നിയ്യത്ത് ക്ലിയർ വേണം. നിങ്ങൾ ഇരുന്നത് അള്ളാഹ്ക്ക് വേണ്ടി എന്ന നിയ്യത്തിലാണെങ്കിൽ കൂലിയാണ്. ഏതായാലും ഇയാളെ എണിക്കണ്ട പോണ്ട ചെല്ലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുന്നെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് വച്ചിട്ട് നടകടിയൊന്നല്ലാണ്ട് നാളെ ആഖിറത്തിലേക്കൊന്നും എന്തോ ഉണ്ടാകും. ഞാനും അങ്ങനെ എൻ്റെ വയല് നാട്ടുകാർ പയ്യ പോകുമ്പോ അമേസിങ് എന്ന് പറയാനാണ് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തന്ന 10,000 രൂപ ലാഭം, ബാക്കിയെല്ലാം ആഖിറത്തിലേക്ക് എന്തോ ഉണ്ടാകും. എന്തേ? ഇഖ്ലാസ് മസ്റ്റ്. ഇഖ്ലാസ് മുന്നേ വേണം. അല്ലാഹുക്ക് വേണ്ടി എന്ന നിയ്യത്ത് അത് മുന്നേ വേണം. അതില്ലാതെ ഒരമലും സ്വീകരിക്കില്ല. എന്നാ സലാത്തിന് ഇഖ്ലാസ് വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ റസൂലുള്ളാഹി ഇഖ്ലാസ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഷർത്തില്ല, ഇഖ്ലാസ് അതിനും വേണം. പക്ഷെ ഇഖ്ലാസ് ഇല്ല എന്നതിന്റെ പേരിൽ അല്ലാഹു തള്ളിക്കളയാൻ. ഞാൻ അവിടെ തസ്ബീഹ് കൊണ്ടുണ്ടായി, ഉദാഹരണം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ മൗലിദ് ഓതിക്കൊണ്ടായി. ഞാൻ എൻ്റെ അലിഖ്യങ്ങൾ ചൊല്ലിക്കൊണ്ടുണ്ടായി. അപ്പൊ കണ്ട് നിങ്ങൾ 4-5 ആൾ വരുന്ന മെല്ലെ, നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലേ, നിങ്ങളെ അവിടെ ഡയലോഗ് പാസ്സാക്കുന്ന എനിക്കൊരു ഡൗട്ട്. അതാ കറക്റ്റ്. എന്നെ നോക്കി ആന്റിയല്ലേ തസ്ബീഹ് കൊണ്ടുണ്ടായി. അപ്പൊ നിങ്ങൾ 4-5 ആളും എല്ലാം ഹൗലിന്റെ കരക്ക് വരുന്ന കാണുന്നു. ആ വരുമ്പോ ഞാൻ എന്താക്കി അറിഞ്ഞാ തസ്ബീഹ് ഒന്ന് ചന്താക്കി, കാള് നീട്ടിട്ട് വെച്ച് ഞാൻ കാള് മടക്കി, എന്നിട്ട് കൈലിയിലേക്കുണ്ടായി ഞാൻ തസ്ബീഹിന്റെ മാലെടുത്ത, എന്നിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് കണ്ണെല്ലാം പാതി ചിമ്മിറ്റ് ഭയങ്കര ഭക്തി പ്രകടനമാക്കിയിട്ട് ചെല്ലാൻ തുടങ്ങി. എങ്കിൽ അത് പോയി. എന്തേ? ഇപ്പൊ നിങ്ങൾ വരുമ്പോഴാണ് ഞാൻ ചന്താക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇനി ആഖിറത്തിൽ എന്തും കിട്ടാല്ല. നിങ്ങളെ പറഞ്ഞോടക്ക് ഞങ്ങളെ സലാത്തുണ്ടല്ലേ, ജമാഅത്തിന്റെ വാർഷികല്ലേ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരും നേതാക്കളും എന്തോ ഒരു സംഭാവനക്ക് വന്ന് പിരിവിന് എല്ലാവരും എന്തോ കൈ കൊടുത്തില്ലെങ്കിൽ ഇത് നടക്കുവാ. നിങ്ങന്റെ കൂടെ ഇല്ലേ? ഈ കിടാക്ക ഭയങ്കര നടത്തായി പോയല്ലേ, വീടെ ഭയങ്കരമായി പോയല്ലേ കിടാക്ക്. കിടാക്കി എത്ര വട്ടം തണ്ണി കുടിക്കാൻ പോന്നെ? പാതി കുടിച്ചിട്ട് വരുന്നതാണ്. കറക്റ്റ് ഇരുന്നോളണം. അവിടെ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നോറും തന്നെ മുണ്ടിക്കൊണ്ടിരിക്കാൻ കഴിയാ. എന്നെ ശ്രദ്ധിക്കണോ? നേരെ ശ്രദ്ധിക്കണോ? നിങ്ങൾ മുണ്ടുന്ന കാണുമ്പോഴാണ് ബാക്കിലുള്ള കിടാക്കളും മുണ്ടുന്നത്. ഇഷ്ടപ്പെടാലെ ചെല്ലിയതും പെരുന്നാണ്ട് വിളിക്കണ്ടാന്ന് ഒരു 6 ആണ്ട് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഇപ്പൊ എല്ലാണ്ട് വിളിക്കണം അറിയല്ലേ? ഇവിടെ കേൾക്കുന്നത് നല്ല ചന്തത്തിൽ കേക്കി. ഇഷ്ടപ്പെടാല ഉള്ളത് അല്ലെങ്കിൽ ആർക്കും പിടിക്കാതെ എല്ലായിടത്തും അങ്ങനെ. നിങ്ങക്ക് നല്ല ബടുക്കോടിയല്ല, ഇനി ഏത് കോടിയാകുമോ അങ്ങനെ ജാക്കി വെച്ചിട്ട് പൊന്തിച്ച ഇയാളെ പെരുന്നാണ്ട് മുടകുതീറ ഉള്ളന് ചെല്ലിയേ ഓരോരുത്തന്റെ വീട് ഇഞ്ചി കടിച്ച കുരങ്ങ് പോലെ. ഇയാൾക്ക് അങ്ങനെ ചെല്ലണ്ടാഞ്ഞ്, ഇയാൾക്ക് ഇങ്ങനെ ചെല്ലണ്ടാഞ്ഞ്. അങ്ങനല്ല. എനിക്ക് ചെല്ലുമ്പോ ചിലപ്പോ ഒരു വേള അതൊരു രൂക്ഷമായ രീതിയിൽ തോന്നിപ്പോവും. എന്നാലും നിങ്ങൾക്ക് ബേജാറായെങ്കിലും എനക്കതിൽ ബേജാറില്ല. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ലൊരു സംഭാവന അതിലേക്ക് ഇട്ടുകൊടുക്കണം. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ കിടാവ് ബക്കറ്റുമായി വരുന്നുണ്ട്. നല്ല നിയ്യത്തില് മരിച്ചുപോയ ഉമ്മ വാപ്പാനെ കരുതിയിട്ട്, മരിച്ചുപോയ വേണ്ടപ്പെട്ടവരെ കരുതിയിട്ട്. ആണുങ്ങൾക്ക് വേണ്ടുമോ? പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് അല്ലെ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ പെണ്ണുങ്ങല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ കിടാവിനും ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇഖ്ലാസ് ഇല്ലാതെ ഞമ്മ ചെയ്യുന്ന എന്താണെങ്കിലും പോയി അങ്ങനെ കമ്മിറ്റിക്കാർ പിരിവിന അല്ലെങ്കിൽ ബക്കറ്റ് വന്ന് പെണ്ണുങ്ങളടുത്തേക്ക് ഏതായാലും ഉസ്താദ് ചെല്ലിയല്ലേ, ചെല്ലിന് വേണ്ടിയിട്ട് നടത്തിട്ട് 10 രൂപ നീ ഇട്ട് നിന്റെ പൈസ പോയി. ആഖിറത്തിൽ കൂലിയില്ല.
അതേ സമയത്ത് അതിന് കൂലി വേണമെങ്കിൽ അതിന് ഇഖ്ലാസ് വേണോ, ആത്മാർത്ഥത വേണോ, അതല്ലാഹുവിന് വേണ്ടിയാവണോ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഹജ്ജായാലും ഉംറയായാലും ദിക്റായാലും പിന്നെ തസ്ബീഹായാലും ദാനമായാലും ധർമ്മമായാലും നോമ്പായാലും സക്കാത്തായാലും എല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസ് വേണം. എന്നാൽ മിനിങ്ങളെ നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഇഖ്ലാസ് ഇല്ലെങ്കിലും അല്ലാഹ് സ്വീകരിക്കുന്നവരെ ഒരമല, ഇഖ്ലാസ് ഇല്ലെങ്കിലും അല്ലാഹ് സ്വീകരിക്കുന്നവരെ ഒരു കർമ്മം, അത് ഹബീബായ നബി തങ്ങളെ മേലെയുള്ള സ്വലാത്താണ്. സ്വലാത്ത് സ്വീകരിക്കപ്പെടാൻ ഇഖ്ലാസ് ഷർത്തില്ല. ഏതുവരെ അറിയുമോ? സ്വലാത്ത് എന്നതൊരു വെറൈറ്റി അമലാണ്, ഒരു പുതുമയാർന്ന അമലാണ്, ഒരു മനോഹരമായ അത്ഭുതകരമായ അമലാണ്. അതുപോലത്തെ അമല് വേറെയില്ല. ഒരാളിൽ നിന്നും ഒരിക്കലും തള്ളപ്പെടാത്ത അമല് സ്വലാത്തു റസൂലുള്ളാഹ്. നിങ്ങൾ നോക്കാം, മഹാന്മാർ കിതാബില് പറഞ്ഞു, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും അവിടെ വരുമ്പോ ഞങ്ങളെ ബാക്കിന്ന് കുറെ ആള് വരും. ആരറിയുമോ? ഞങ്ങ ദുനിയാവിൽ ഫിത്ന പറഞ്ഞവരാ, ഞങ്ങ ദുനിയാവിലെ ആക്ഷേപിച്ചവരാ, ഞങ്ങ ദുനിയാവില് കുറ്റങ്ങൾ എണ്ണി പറഞ്ഞവരാ. അവരെല്ലാം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, പടച്ച റബ്ബേ, വഖദ് ശതമ ഹാദാ വഖദ് ഖദഫ ഹാദാ. റബ്ബേ, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്, ഇയാൾ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, ഇയാൾ എന്നെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മായിക്കെതിരെ മരുമോള് വരാ, മരുമോക്കെതിരെ അമ്മായി വരാ. എല്ലാരും അവിടെ വന്നിട്ട് റബ്ബിനോട് പരാതി പറയുമ്പോ പടച്ച റബ്ബ് എന്ത് ചെയ്യും അറിയോ? ആ പറയപ്പെട്ടവന്റെ അമലുകളിൽ നിന്നിട്ട് ഈ പറയപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. നിന്നെ ചീത്ത പറഞ്ഞോ, എന്നാ പിടിച്ചോ, ഓന്റെ 50 നിസ്കാരത്തിന്റെ കൂലി നിനക്ക്. നിന്നെന്താക്കിനല്ലേ? ഞാനതിലെ ബഡ്കോട്ടിലെ പോകുമ്പോ എന്നെ നോക്കിയിട്ട് എന്തോ തമാശാക്കിനോ ഒക്കെ. ഇന്ന ഒരു 25 നോമ്പിന്റെ കൂലി നിനക്ക്. എല്ലാം എടുത്തിട്ട് കൊടുക്കുമ്പോ ഞങ്ങളിൽ നിന്നിട്ട് വീതിച്ചു കൊടുക്കാത്ത അമല, ഞങ്ങളിൽ നിന്നിട്ട് എടുത്തിട്ട് കൊടുക്കാത്ത അമല, ഒരാൾക്കും നീക്കപ്പെടാത്ത അമല സ്വലാത്തു റസൂലുള്ളാഹ്. അത് പരലോകത്ത് പോലും ഒരാൾക്കും വീതിച്ചിട്ട് കൊടുക്കല. അപ്പോ ഉസ്താദേനവിടെ ആള് ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ നിന്റെ തലക്കിട്ടിട്ട് അല്ലാഹ് സമാക്കൂന്നല്ലാതെ നീ ചൊല്ലിയ സ്വലാത്ത്, മുസ്തഫായ നബി തങ്ങളെ മേലെ നീ ചൊല്ലിയ സ്വലാത്ത് ഒരിക്കലും അവിടെ വീതം വെക്കപ്പെടുകയില്ലോ. അത് നിനക്ക് മാത്രമാണ്, അത് തള്ളപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടുക മാത്രമാണ്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ടാ മഹാന്മാർ കിതാബിൽ പറഞ്ഞെന്തറിഞ്ഞ, കിടാവ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയിട്ട് വന്ന പെണ്ണുങ്ങ ഇല്ലേ അല്ല കൊടുത്ത ബക്കറ്റേ ചെറുത്, പിന്നെ ഒരു ഇടുന്ന കാണാൻ കൊണ്ടുപോയ ബക്കറ്റേ ചെറുത് എപ്പോഴും ഉണ്ടല്ലോ. ഞമ്മ എന്ത് ചെറുതാക്കാൻ കഴിയ, ഞമ്മളെ മിസ്റ്റേക്ക്. പൊരയില്ലാണ്ട് വാടക റൂമിലുള്ളവോ വന്നിട്ട് ചെല്ലാൻ തെറിഞ്ഞ എൻ്റെ ഉസ്താദ് 10-16 ഉസ്താദ് ഒരു ചെറിയൊരു പൊര സ്വന്തമായിട്ട് വേണ്ടി നിങ്ങൾ ദ്വാരക്കോളാം എന്തിനു ചെറുതാക്കുന്നത്? എന്തൊരു 30 സെന്റ് അള്ളാഹ് തരാൻ കഴിയല്ലേ? ബിൽ തന്നെ ചെല്ലാൻ കേൾക്കുന്നു. പഠിച്ചോന്റെ ഞമ്മല്ലാം ചെറുതന്നെ കേട്ടിട്ടാമ്പില്ലേ, ഞമ്മള് നീയത്തിനൊത്തവർക്ക് തള്ളത് ഞമ്മെല്ലാം ചെറുതന്നെ ആക്കി. ആരും ഒരു 10 രൂപ തന്നിട്ട് അവ ചെല്ലാൻ തെറിഞ്ഞ ഇരിക്കട്ട് മരുന്നിനാവും കൊണ്ടേറ്റ് കൊടുത്തന്നെ ഹൃദയം ആ സ്വത്ത എല്ലാം കൊണ്ടിട്ട് അവിടെ തന്നെ കൊടുത്തോ. അങ്ങനല്ല, പഠിച്ചോന്റെ എപ്പോഴും വലുതേ കേട്ടോളൂ, നല്ല തന്നെ കേട്ടോളൂ. ഞങ്ങ ചോദിക്കാഞ്ഞിട്ടാണ്, ഞങ്ങ കേൾക്കാഞ്ഞിട്ടാണ്. പടച്ച റബ്ബ് കാത്തിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞത് കണ്ടോ,
റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. അതെ, അവരോട് പറയണം നബിയേ, അവരോട് പറയണം നബിയേ, എന്റെ റബ്ബിനോട് നിങ്ങൾ ദുആരുന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ എന്നോട് ഇബാദത്തില്ലാതെ ദുആ ഇല്ലാതെ പോകരുത്, അത് കിബ്രന്മാരാണ്. നിങ്ങൾ എന്നോട് ദുആരുന്നോളൂ. എന്നിട്ട് അല്ലാഹു തആലാന്റെ ഹബീബ് പറയുകയാണ്, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ. അള്ളാന്റെ അടുക്ക ദുആ പോലത്തെ ശ്രേഷ്ഠമായ ഒരു കർമ്മ, പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മ, ശ്രേഷ്ഠമായ ഒരു കർമ്മ, ബഹുമാനമാക്കപ്പെട്ട ഒരു കർമ്മ, ദുആ പോലത്തെ ഒന്ന് വേറെയില്ല. എപ്പോഴും അല്ലാഹുവോട് ദുആ ഇറക്കുക. ദുആയാണ് ഞങ്ങൾക്ക് രക്ഷ, ദുആയാണ് ഞങ്ങൾക്ക് മോചനം. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ഇബാദത്താണ്. ദുആ കൊണ്ട് എല്ലാത്തിനും പരിഹാരമുണ്ട്. പ്രവാചകന്മാരെല്ലാം രക്ഷപ്പെട്ടില്ല ദുആ കൊണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഹവ്വ നമുക്കില്ലാതെ പോയതും ദുആ തന്നെ അല്ലേ? അല്ലേ? ബാക്കിയെല്ലാം ഉണ്ട്. ഓത്തുണ്ട്, നിസ്കാരമുണ്ട്, നിസ്കരിച്ചിട്ടും അങ്ങനെ ദുആർക്കും ടൈമില്ല. ജുമാക്ക് 48 ആളുണ്ടായി. ഇയാള് സലാം വീട്ടിട്ടാകുമ്പോ പിന്നെ കാലി 8 ആള്, 40 ആൾ മാഞ്ഞിട്ടായി അല്ലേ? ആരി ഞമ്മ ദുആ വേണം ചൊമ്മ വേണ്ട ചൊല്ലും. പിന്നെ അങ്ങനെ വന്നിട്ടേ ഇല്ല. അവന് പിന്നെ ദുആ വേണ്ടെന്ന് അവൻ ചൊല്ലും. പോട്ടെ, അവന് വിടി. ഞമ്മ അവന് മുണ്ടണ്ട, നാളെ ഓറും ചൊല്ലും. പാർട്ടി ഇയാൾ പാർട്ടിയിൽ പോയി. പാർട്ടിന്റെ വിഷയമല്ലാതെ അത് അങ്ങനെ വേണ്ടാഞ്ഞില്ലേ. അത്ര ദുആ വേണം ചൊല്ലും. ഞമ്മ ദുആ വരുന്ന നമ്മളെ ബായിൽ ദുആ ഉണ്ടാ ഇല്ല. നിസ്കരിക്കും പായ്, നോമ്പ് നോക്കും പായ്, തറാവിസ്കരിക്കും പായ്. ഇനിയിപ്പോ ചുമ്മാ കഴിഞ്ഞു അങ്ങനെ പായ്. മനസ്സിലായാലും പായ് തന്നെ. വേടം നോക്കി 2 മണിക്കൂർ വയല് കേട്ട നിങ്ങ ഇനൊരു 2 മിനിറ്റ് നിങ്ങൾ ദുആ ഇരിക്കണോ, ദ്വാരക്കണോ ചെല്ലെങ്കിൽ യാല്ല വാങ്ങിട്ടായി. 2 മണിക്കൂർ ഇരുന്നതിന് പിന്നെ 2 മിനിറ്റ് ഇരിക്കാൻ പുറത്തില്ല. ഞാനെങ്ങാനും ദ്വാരക്കനും എന്നെ ഉടക്ക് വിളിച്ചാനാ പോയെന്നെ. അവൻ നേരെ ഇങ്ങനെ വരും, അങ്ങനെ പോകും. അതിന് ഞാൻ എന്താക്കല്ലോ എല്ലായിടത്തും സലാത്തി ചെല്ലി ചായത്തെ വിളിക്കും. ദുആയിരുന്നിട്ട് സലാത്തിൽ ചായത്തെ വിളിക്കും. ആട്ടുമ്പോ പോയല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവർ കൊടുത്തലും ബാക്കി വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ എന്നത് വലിയ ദുആ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കിയെ. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നല്ല പോലെ കേട്ടോളി. എങ്ങനെ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ദുആ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ദുആ ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ദുആ ഇല്ലായിരുന്നെങ്കിൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോനെ പഠിച്ചോനെ അല്ലാ എന്നിങ്ങനെ ദുആരക്കുന്ന ദുആ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മൈൻഡാക്കലായിന, ഞാൻ നിങ്ങളെ പരിഗണിക്കലായിന, ഞാൻ നിങ്ങളെ മൈൻഡാക്കുന്നത്, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്, ഞാൻ നിങ്ങളെ ഭൂമിക്ക് മുകളിൽ വെച്ച് ഉറപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാ നിഅമത്തും റഹ്മത്തും ഓശാരമായി നല്ലോണം ധാരാളം നൽകുന്നത് നിങ്ങൾ എന്നോട് ഇടക്കിടക്ക് ദുആരക്കുന്നത് കൊണ്ടാണ്. ദുആ എന്നതാണ് ഞങ്ങളെ രക്ഷ. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ദുആ എന്നതാണ് മുഅ്മിനായ മനുഷ്യന്റെ പരിച. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ബേജാറുകളിൽ നിന്ന്, മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, കുടുംബപരമായ, ഐഹികമായ, പാരിത്രികമായ ഏത് നിലക്കുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണെങ്കിലും എല്ലാത്തിനും പരിഹാരമുണ്ട് ദുആയിലൂടെ. അതാണ് ദുആ. അതുകൊണ്ട് ദുആ മറക്കണ്ട, എപ്പോഴും ദുആരുന്നോളം. ഇനി വരുന്നത് ദുആന്റെ മാസമാണ്, ഉത്തരം കിട്ടപ്പെടുന്ന മാസമാണ്, ദുആന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുള്ള മാസമാണ്, ഉത്തരം ചെയ്യപ്പെടുന്ന വാതിൽ ഓപ്പണാക്കപ്പെട്ട മാസമാണ് ശഹ്റു റമളാൻ. ദുആരക്കണം നല്ലോണം. ദുആരക്കാൻ ഏറ്റവും നല്ല പറ്റിയ ജാഗ ഒന്ന് നിസ്കരിച്ച ഉടനെ എണിച്ചിട്ട് പാഞ്ഞിരണ്ട എന്തെങ്കിലും അല്ലാതെ കേട്ടു ഒന്നപ്പോ അപ്പല്ലാവു തട്ടേല
പിന്നെ ഒന്ന് രാത്രി ഒരു സമയം നീ എണിച്ചെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം പാതിരാത്രിക്ക് ശേഷം ഒന്ന് എണിച്ചെങ്കിൽ ഒന്ന് ഉള്ളെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് ദുആരുന്നത്. ആ സമയത്തുള്ള ദുആ ഒരിക്കലും തട്ടപ്പെടാല. ആ ദുആ അല്ലാഹ് ക്യാൻസൽ ആക്കേയില്ല. നിനക്ക് കടമുണ്ടോ, കൊടുക്കാനുണ്ടോ, കിട്ടാനുണ്ടോ, ഷുഗർ ഹൈ ആയിന, BP ലോ ആയിന, ആ ടൈമിലൊന്നും അല്ലാഹ് അടുക്കക്ക് എല്ലാം ക്ലിയർ ആക്കൂ. അല്ലാഹ് ദുആ പോലത്തൊരു മരുന്ന് വേറെയില്ല. പിന്നെ ഇതുപോലത്തെ ജാഗയില് മഹാന്മാരുടെ ഹളറത്തില് മഹാത്മാക്കളായ ആലിമീങ്ങളെ കൊണ്ട് തങ്ങന്മാരെ കൊണ്ട് അവിടെ എല്ലാം ദ്വാരിപ്പിച്ചു. അതിന് വലിയ എഫക്റ്റ് ഉണ്ട്. നമുക്ക് തിരിയാഞ്ഞിട്ടാണ്. നിങ്ങൾ നോക്കൂ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കിടാവിന് കൊടുത്തില്ല. വലിയ ആശല്ലേ, ഏതൊരു ബാപ്പാന്റെ ഉമ്മാന്റെ ആശല്ല ഒരു കിടാവ് അല്ലെ. ഒരു കിടാവെങ്കിലും പോണെന്ന് ആശിക്കാത്ത ആരെങ്കിലും ഉണ്ടാ? അള്ളാഹു താല ഞങ്ങൾക്ക് സ്വാലിഹായ മക്കൾ തന്ന മക്കളല്ല സ്വാലിഹാക്കൾ. സക്കരിയ നബിക്ക് അള്ളാഹു മക്കളെ കൊടുത്തില്ല. വയസ്സേറെ ഏറെ എല്ലായിടത്തും ദുആയിരുന്നു, എപ്പോഴും ദുആയിരുന്നു. ആ ബാപ്പാക്ക് അള്ളാഹു മക്കളെ കൊടുത്തില്ല. അങ്ങനെ ഒരു ദിവസം മഹാനന്ദ എല്ലായിടത്തും ദുആരക്കുന്നു, എപ്പോഴും അള്ളാഹ് കേൾക്കുന്നു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സക്കരിയ നബിന്റെ ദുആ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ സ്വാലിഹായ ഒരു പൈതലിനെ താ അല്ലാഹ്, സ്വാലിഹായ ഒരു കിടാവിനെ താ അല്ലാഹ്. എപ്പോഴും ആ ബാപ്പ ദുആരക്കുന്നു, എല്ലാ ജാഗലും ദുആരക്കുന്നു. ഉത്തരവില്ല. അങ്ങനെ പ്രായം കുറേയായി, 10, 80, 88 കഴിഞ്ഞ് 90 കഴിഞ്ഞ്. അങ്ങനെ ഒരു ദിവസം അതാ പള്ളിന്റെ മിഹ്റാബിന്റെ അവിടേക്ക് വരുമ്പോ അവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തെടുക്കുന്ന ജാഗുണ്ട്. മറിയമ്മ ഐസമ്മാന്റെ മോവല്ല, മറിയം ബീവി റളിയല്ലാഹു അൻഹ. അവിടെ നിസ്കരിക്കുന്ന ജാഗുണ്ട്, ഇബാദത്തെടുക്കുന്ന ജാഗുണ്ട്. ആ ഉമ്മക്ക് അതന്നെ പണി, വേറെ പണിയൊന്നുമില്ല. നല്ല പെണ്ണ്, അവരെ രക്ഷിതാവുമാണ്. എല്ലാം നോക്കിയിട്ട് വേണ്ടതെല്ലാം കൊണ്ടു കൊടുക്കുന്നതും എല്ലാം ആക്കുന്ന ആളാണ് സക്കരിയ നബി. മോളല്ല, എന്നാലും അങ്ങനെ ഒരു ദിവസം പോയിട്ട് നോക്കുമ്പോ മറിയം ബീവിക്ക് എന്ത് പോണോ എന്താക്കുന്നു നോക്കാൻ വേണ്ടിട്ടാ കിടാന്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, വെറൈറ്റി ഫ്രൂട്ട്സ്, എവിടെയും കിട്ടാത്ത ഐറ്റംസ് എല്ലാം ഉണ്ടാണ്. അന്ന് ആ നാട്ടിലെ ഐറ്റംസേ ഇല്ല. ഇനി ഉണ്ടെങ്ങനെ കിട്ടാനുമില്ല. ആ നാട്ടിലെ ഏടയില്ല. അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ പ്ലേറ്റിൽ വട്ടൽ വെച്ചിട്ടുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു. കാരണം ഒന്നാമത് അവിടേക്ക് വേറെ ആരും വരുന്നില്ല, സക്കരിയ നബി അല്ലാതെ. നോട്ട് അലൗഡ്, ആർക്കും അലൗഡ് ഇല്ല. എന്തെങ്കിലും ഏതെങ്കിലും വേണമെങ്കിലും കൊണ്ടിരുന്നതും കൊടുക്കുന്നതല്ലോ സക്കരിയ നബി അലൈഹി സ്വലാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരാൾ കൊണ്ടിട്ട് കൊടുക്കാൻ തക്കത്തെ ചാൻസ് ഇല്ല. ഇനി ഒരു വേള വേറെ ഒരാൾ വന്ന് തന്നെ വെച്ചോളി, എന്നാലും ഈ ഫ്രൂട്ട്സ് ഈട് ഉണ്ടാവാൻ എന്തേ ഇപ്പത്തെ അതിന്റെ സമയമല്ല. ഇപ്പൊ ഈട് നാട്ടിലടിയില്ല. ആ സമയത്ത് സക്കരിയ മറിയം ബീവിയോട് കേട്ട്, അല്ല മിന്നൈനലക്കി ഹാദാ, ഇത് ഖുർആനാണ്, ഡിങ്കന്റെ കഥ അല്ല. മിന്നൈനലക്കി ഹാദാ, ഇത് എവിടെന്നാണ് മറിയമേ, ഇത് എവിടെന്ന്, ഈ പഴങ്ങള് ഫ്രൂട്ട്സുകൾ എവിടെന്ന് എന്ന് ചോദിച്ചപ്പോ ബീബി മറിയം റളിയല്ലാഹു അൻഹ പച്ചക്ക് പറഞ്ഞു, ഹിയ മിനൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വക്കലിൽ നിന്നിട്ടാണ്, സ്വർഗീയ ഭക്ഷണമാണ്, മേലായ റബ്ബ് ഇറക്കിയതാണ്. സക്കരിയ നബിക്ക് മനസ്സിലായി, ഇവള് ചില്ലറക്കാരിയല്ല, ഈ സ്ഥലം ചില്ലറ സ്ഥലമല്ല, ലോക്കല് ജാഗയല്ല. അള്ളാഹു അത് സംഘടിപ്പിച്ചവർക്ക് ഖൈറ് നൽകട്ടെ. ജബ്ബാർ മാഷാ അല്ലാഹു ഖൈറ് നൽകട്ടെ. അത് മുബാറക്കായ മജ്ലിസിൽ വെച്ചിട്ട് തിന്നുന്ന ഞങ്ങളുടെ എല്ലാ ക്ഷീണങ്ങളും മാറ്റിത്തരട്ടെ. വേഗം കൊടുത്തോളി അവലെ. അത് വലിയൊരു കാര്യം തന്നെ. പിന്നെ ഒരു കുടിക്കുന്ന എന്തെങ്കിലും ഒരു മുന്തിരിങ്ങന്റെ ജ്യൂസാ, ഒരു കസ്കിസിന്റെ ഒരു സർവത്ത, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വേണോ. എപ്പോ തുടങ്ങിയപ്പന്നല്ല, നിർത്താനാകുമ്പോ അതും കൂടി കിട്ടിയെങ്കിൽ നല്ല റാഹത്താണ്. 2 മണിക്കൂറും ഉണ്ടാണ്ട് നിട്ടാകുമ്പോ നല്ലോണം ക്ഷീണാന്ന്, തായ്ക്കുന്നെല്ലാം ഉണ്ടാകും. പണിയെടുക്കുന്നവന് പച്ചാല തായ്ക്കാല, മുണ്ടാണ്ടിക്കുന്നവന് ഏറെ വെച്ചത് നോക്കല്ലോ. ഓരോരുത്തർ തിന്നുന്ന തീറ്റി അതങ്ങനെ. കാരണം ഞാൻ മുണ്ടാണ്ടിക്കുമ്പോ കുറച്ച് പൈപ്പല്ല ഏറെ, അവർക്ക് കിട്ടിനെങ്കിൽ മതിയായിട്ട് കാത്തുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊരു ഭാഗ്യമാണ്. ഈ കൊടുക്കുക എന്നതുണ്ടല്ലോ, അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും ഇല്ല, അത് എല്ലാവർക്കും ഇല്ല. ഞാൻ മനസ്സിലാക്കേണ്ട ഒരു പാടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നീയും കൂടെ അവിടെ പോയി, നീ അപ്പുറത്ത് കൂടെ, ഈ കട ഇപ്പുറത്ത് കൊടുക്കണം. അതിനോട് പോയി അതിന്റെ സെന്ററിൽ വെക്ക്, ആ ബട്ടിന് സെന്ററിൽ വെക്ക്.
രണ്ടാൾ രണ്ട് സൈഡിൽ കൊടുക്കി, നീ പുറത്ത് കൊടു, നീ പുറത്ത് കൊടു, നീ പുറത്ത് കൊടു. അയ്യോ അങ്ങനെ കൊടുക്കും. എന്നെ നോക്കിയാ അല്ലെ മീൻകോളി എന്നെ നോക്കിയാൽ സക്കരിയ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഇത് സാധാരണക്കാരി പെണ്ണല്ല, ഇത് നല്ല പെണ്ണാണ്, ഇത് സാധാരണ ജാഗയല്ല എന്ന് മനസ്സിലാക്കിയപ്പോ സക്കരിയ നബി എന്താക്കി അറിഞ്ഞ ആ ജാഗയും ആ സ്ഥലവും ആ സമയവും മുതലാക്കി അവിടെ ദ്വാരന്നോ പടച്ച റബ്ബ് എനക്കൊരു കുഞ്ഞിനെ താ അല്ലാ. നല്ല ജാഗയിൽ വെച്ചിട്ട്, നല്ലവരുടെ ഹദറത്തിൽ വെച്ചിട്ട്, അള്ളാന്റെ വലിയത്തായ മറിയം ബീവിയുടെ ഹദറത്തിൽ വെച്ചിട്ട് ആ മഹാന ദുആരെന്നപ്പോ അവിടെ ആ ദുആ അല്ലാഹ് സ്വീകരിച്ചു. യഹ്യാ നബിയെ അല്ലാഹു കൊടുത്തു. കണ്ട നല്ല ജാഗയിൽ ദുആരക്കണമെന്ന് പറയുന്നതിന് ഔലിയാക്കന്മാരടുത്തേക്ക് പോകണം ചെന്നതിന് അത് ശിർക്കല്ല. ഇത് സൂറത്ത് മറിയമിലുണ്ട്, വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് ഒരിക്കലും തെറ്റല്ല, അത് അനാചാരമല്ല, ബിദ്അത്തല്ല. അതുകൊണ്ട് നല്ല ജാഗല് ദുആരെന്നോ ഉത്തരവുണ്ട്, നല്ലവരെ കൊണ്ട് ദുആരപ്പിച്ചോ ഉത്തരമുണ്ട്, നല്ല മജ്ലിസിൽ ദുആരെന്നോ ഉത്തരമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നല്ലേ? അപ്പൊ നല്ല ജാഗൽ എപ്പോഴും ദുആരക്കണോ? ദുആ എന്നത് വലിയ കാര്യമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം എത്ര മണിയോട് സ്കൂളിന്റെ എക്സാം ആയി നാട്ടില്, നാളെ ലീവ് അല്ലേ? ഏതോ പാട്ട് കുറെ ലേറ്റാക്കണ്ട, ഏതായാലും ഒരു 11 11:30 മണി തീരാ. എന്തെങ്കിലും ഏലം വിളിക്കാനാ ലിസ്റ്റ് വായിക്കാനോ എന്തുകൊണ്ടെങ്കിൽ ബാങ്ക് കൊണ്ടുവരാം അല്ലേ? ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ഇറക്കിയത് ശ്രീലങ്കയിൽ, ഇന്ത്യയിൽ. ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ഇറക്കിയത് ഇന്ത്യ ഭൂഖണ്ഡത്തില്. ഉസ്താദേ ശ്രീലങ്ക, ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്. അന്ന് ശ്രീലങ്ക, ബർമ്മ എല്ലാം ഇന്ത്യയാണ്. ഇന്നല്ല അത് വേറെ വേറെ. ആ ശ്രീലങ്കയിലുള്ള ശിവനടിപ്പാദമെന്ന് ഹിന്ദു സഹോദരങ്ങളും ആദം മല എന്ന് മുസ്ലിമീങ്ങളും പറയുന്ന മലക്ക് മുകളിലാണ് ആദം നബി ഇറങ്ങുന്നത്. ഹവ്വാ ഉമ്മയെ ജിദ്ദയിൽ, സൗദി അറേബ്യ. രണ്ടാളും ഭൂമിയിൽ ഇറങ്ങി. അന്ന് ദുനിയാവിൽ വേറെ മനുഷ്യന്മാരില്ല, ആണുങ്ങളായിട്ട് പെണ്ണുങ്ങളായിട്ട് വേറെ ആരുമില്ല. അവർ രണ്ടാളും ഭൂമിയിൽ ഇറങ്ങുകയാണ്. ഉടുതുണിയില്ല, ഇല കൊണ്ട് ഔറത്ത് മറച്ചിട്ടുണ്ട്. തിന്നണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പഴം തിന്നതിന്റെ പേരില് അല്ലാഹു തആല രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചോ. എന്തിനു പറഞ്ഞയച്ചേ? അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ എല്ലാം തിന്നോളി. ഉസ്കുൻ അൻത വസൗജുക, കുലു ഉശ്റബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളി, നിങ്ങളും നിങ്ങളെ വൈഫും ആദമും എല്ലാം. വലാ തഖറബാ ഹാദിഹി ഷജറ, ഇതാ ഇങ്ങ നോക്കിയാല, നിങ്ങൾ എന്നെ നോക്കിയാല, ഇതാ ഈ ഫ്രൂട്ട്സ് തിന്നിരണ്ട, ഈ ഫ്രൂട്ട്സ് തിന്നിരണ്ട. ആദം നബിയോടും ഹവ്വ ഉമ്മയോടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് എന്താക്കി? ആദം നബിക്ക് അത് ശരിയായി. ഓക്കെ ഇൻഷാ അല്ലാഹ് എല്ലാം തിന്നോണ്ടും ജ്യൂസ് കുടിച്ചോണ്ടും പച്ചക്ക് തിന്നോണ്ടും കൊഞ്ഞിട്ട് തിന്നോണ്ടും തോലെടുത്തിട്ട് തിന്നോണ്ടും തോലെടുക്കാത്തന അങ്ങനെ തിന്നോണ്ടും എല്ലാം ഉണ്ടായി. ഹവ്വ ഉമ്മയും അങ്ങനെ ഉണ്ടായി. അതിന്റെ ഇടയിൽ ഹവ്വ ഉമ്മാനെ ചങ്ങായി വന്നിട്ട് എല്ലാം വിശ്വാസാക്കി. ആരി 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 ആങ്ങളല്ല, ബാങ്ക് കൊടുമ്പോ ബാങ്ക് കൊടുത്തിരുമ്പോ ഒരിക്ക അതിനെ നോക്കിയിട്ട് ഓർ ബാക്കിയാടെ ബേമ്പേ കൊടു, ലൈൻ ഇങ്ങനെ നേരെ കൊടുത്തിട്ട് പോ. ബേമ്പയോ നീ എന്തിങ്ങനെ സ്പീഡാക്കി അതിന് മേങ്ങിട്ട് പാസ്സാക്കി അപ്പുറം പാസ്സാക്കി നിങ്ങൾ കയ്യിൽ വെക്കുന്നുണ്ട്. ബേമ്പയോ ബേമ്പയോ നിങ്ങൾ എന്ത് ബേജാറാക്കിണ്ടാവില്ല. നാളെ ക്ലിപ്പെല്ലാം വരും. ഇയാള് ബിപിറാ, ഇയാള് ഹൈ ബിപിറാ, നിങ്ങനത്തെ ടെൻഷൻ ആക്കണ്ട. അത് വന്നിട്ട് പോകും. നാളെ മൊബൈലിൽ ഇരിക്കും, ഡൗൺലോഡ് ആവും, അത് പോകും. പിന്നെ അവലെ BP അല്ല ചെല്ലുന്നത്. നേരെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് എന്തെല്ലായിട്ട് മാറും. കടയും കൊടിയും തിരിയാൽ. അതിനും വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഗൗരവത്തിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഞമ്മ ബിപിന്റെ ആളല്ല. നിങ്ങൾ ഒരു ജനന്റെ ഒക്കെ കൂടി നിങ്ങൾ കൂടെ വന്നിട്ടില്ലല്ലോ. അയാളെ പോലെ ഒരു ശാന്തനായ മനുഷ്യൻ ദുനിയാവിൽ വേറെയില്ല. കാണുമ്പോ നിങ്ങൾക്ക് തോന്നും ഭയങ്കര BP ആയിട്ട്. അത് കൂടണം, കൂടും പറയുന്നേ നിങ്ങളുടെ അകത്ത് കൂടി. ഏത് പാട്ട്? അല്ലാഹു മജ്ലിസിൽ ഞാൻ എന്നെ ബോധിയല്ല
ഞാൻ മാത്രം നല്ല ആളൊന്നും അല്ല. അള്ളാഹു പള്ളിന്റെ വർക്കത്തുകൊണ്ട്, നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട്, മഹാന്മാരായ ആലിമീങ്ങളെ വർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലാഹു ഞങ്ങളെ അമല് നന്നാക്കി തരട്ടെ, ഞങ്ങളെ ഇൽമല്ല നന്നാക്കി തരട്ടെ. ആയാലും കഴിഞ്ഞല്ലേ? ആയാലും ഇനി പറഞ്ഞാലേ നീ ഒന്നെടുത്ത് തിന്നു. ഞാൻ എന്ത് ഞാൻ ഇടക്കെത്തിയേണ്ടത് ഗോവിന്ദ തിന്നണ്ട എന്നല്ല പറഞ്ഞു. അവിടുന്ന് ഒരു ഫ്രൂട്ട്സ് തിന്നണ്ട. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാമിന് അതിൽ വലിയ ഇതൊന്നുമില്ല. ബാക്കിയെല്ലാം തിന്നല്ലേ, ബാക്കിയെല്ലാം കുടിക്കല്ലേ. ചന്തത്തിൽ അങ്ങനെ പോയിക്കൊണ്ടുണ്ടായി. അതിന്റെ ഇടയിലാണ് ഈ ആ ഉമ്മാൻ എന്താക്കി പെണ്ണുങ്ങളെ വിശ്വാസാക്കും. പെണ്ണുങ്ങളെ വിശ്വാസാക്കും. ആണുങ്ങളെ കാട്ടി ഏറെ ജോറിൽ. ചുരുക്കി പറയട്ടെ, ഈ ചങ്ങ വിശ്വാസാക്കിയിട്ട് എങ്ങനെങ്കിലും തിമ്മിച്ച് രണ്ടാളെ കൊണ്ട്. ആദം നബി ചെല്ലി വേണ്ട അല്ല തിന്നണ്ട ചെല്ലല്ലേ. ഒരു കണ്ടം എന്താന്ന് കുറയുന്ന അല്ല പാടുന്ന അല്ല എന്ത് ജാറുന്ന അങ്ങനെ ഇങ്ങനെ നല്ല ജലിറ്റ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഞാനെന്ത് കാട്ടിയും തിന്നുവാനില്ല, ഞാനെന്ത് കാട്ടിയും കൊടുക്കുവാനില്ല, ഞാനെന്ത് ചെയ്യലും കൊണ്ടുവരുന്നില്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. സംഗതി ഒന്ന് കാട്ടിയിട്ട് എടുക്കാത്ത. അപ്പൊ ഓളെ വായിൽ വരുന്നതെന്ന് ഞാൻ എന്ത് കാട്ടിയും നിങ്ങൾ എടുക്കളേ ഇല്ല. എന്തോ ഒന്ന് കാട്ടിയിട്ടാകുമ്പോ ഞാൻ മേങ്ങിട്ടില്ല. ഓജല് എന്തോന്ന് ഞാൻ എന്ത് തന്നു കുഞ്ഞുങ്ങ തിന്നളേ ഇല്ല. ഒരു നന്ദി കേട്ട ഒരു പുഴുപ്പില്ലാത്ത സംസാരം ചില പെണ്ണുങ്ങൾക്ക്. എല്ലാവർക്കും അല്ല, ചില പെണ്ണുങ്ങൾ അങ്ങനെ അടിച്ചിട്ട് ഏന്ന് പിടിച്ചിട്ട് തട്ടോളം ചെല്ലിറങ്ങ. നീ മംഗളത്തിന് പോയിട്ട് വരട്ടാന്ന്. നീ ഇപ്പൊ പോണ്ട, നോക്കാം ഇൻഷാ അല്ലാഹ്. നീ വരുന്നാണ്ട് മുറ്റൊരുക്കെ പോയിട്ട് വരാ. ഇപ്പൊ എനിക്ക് പുറത്തില്ല. നിങ്ങൾ ഈ മുന്നേ എന്നെ കേട്ടപ്പോ വിട്ടനാന്ന് കണ്ട. മുഞ്ഞാന്ന് പിന്നെ മാണിക്ക് പോയി ആര് വിട്ടില്ല? ഞാൻ വിട്ടില്ല. പക്കളെടുക്കത്ത് പോയത്, പൂഞ്ചല കട്ടക്ക് പോയത്, ചെല്ലാൻ തോന്നിപ്പോ ഇന്നോളം വിട്ടിട്ടില്ല. ചില പെണ്ണുങ്ങൾ ഒരു പുളിപ്പില്ലാത്ത വാക്കാണത്. അത് നന്ദികേടിന്റെ വാക്കാണത്. അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ഏതുവാകട്ടെ ആദം നബിയും ഹവ്വാവും രണ്ടാളും അതിന്റെ പേരിൽ ഭൂമിയിലേക്ക് വന്നോ. ഇവിടെ പുറത്താക്കപ്പെട്ട രണ്ടാളും ഖേദിച്ചോ. പടച്ച റബ്ബേ, സ്വർഗ്ഗലോകം സുഖമായിരുന്നോ, സന്തോഷമായിരുന്നോ? എല്ലാം പോയല്ലോ അല്ലാ. തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ. നീ തിന്നണ്ടെന്ന് പറഞ്ഞ പഴം തിന്നല്ലോ അല്ലാ. അതുകൊണ്ട് റബ്ബനാ ഉഗ്ഫിർ ലനാ റബ്ബനാ ളലംനാ അൻഫുസനാ. രണ്ടാളും ദുആയാണത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. രണ്ടാളും ദുആരുന്നു, കരഞ്ഞിട്ട് ദുആരുന്നു. ആദം നബിയും ദുആരുന്നു, ഹവ്വാ ഉമ്മയും ദുആരുന്നു. അങ്ങനെ ദുആരുന്നപ്പോ അല്ലാഹു അവരുടെ ദുആ സ്വീകരിച്ചു. അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ദുനിയാവിലെ ഒറ്റക്കായിട്ട് ലോകത്ത് ഇങ്ങനെ കരഞ്ഞു നടന്നിരുന്ന രണ്ടാളെയും പിന്നീട് മക്കത്തെ അറഫാ മൈതാനിയില് ഒരുമിച്ച് കൂട്ടി. അവിടെ അവരതാ ലിങ്കാക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ ദുനിയാവിൽ അങ്ങനെ കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദുആരക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം വർഷങ്ങളോളം കരഞ്ഞു അല്ലാഹുവിന്റെ മുന്നില്. ദുആരുന്നു അല്ലാഹുവേ, കണ്ണുനീർ ഒലിപ്പിച്ചു അല്ലാഹുവേ. അങ്ങനെ ആദം നബി കണ്ണീർ ഒലിപ്പിച്ചു ദുആരക്കുമ്പോ, കരഞ്ഞു ദുആരക്കുമ്പോ ആദം നബിന്റെ കണ്ണീറുറ്റിയ സ്ഥലമില്ല. ആ സ്ഥലത്ത് മുളച്ച ചെടികളാണ് 3 എണ്ണം. തിരിഞ്ഞിട്ടേന്ന് ആദം നബി അല്ലാഹുവോട് കരഞ്ഞിട്ട് ദുആരുന്നില്ലേ? ആ ദുആരക്കുമ്പോ ആദം നബിന്റെ കണ്ണിന്ന് ഭൂമിയിലേക്ക് വെള്ളം ഉറ്റിന്. ആ ഉറ്റിയ ജാഗില് 3-4 ചെടി മുളച്ചിന്. ഏതാണത്? ഏത്? തെങ്ങിന്റെ തൈയല്ല. തേങ്ങക്ക് വില കൂട്ടിയിട്ട് അങ്ങനെയല്ല. തേങ്ങ 55 രൂപ ശരി തന്നെ, തെങ്ങല്ല. ഊദുൻ വസന്തലുൻ വസഞ്ചബീൽ ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ആദം നബിയുടെ കണ്ണുനീറുറ്റിയ സ്ഥലത്ത് ഭൂമിയിൽ മുളച്ചതാണത്. ഒന്ന് ഊദുൻ, ഊദ്, മണവസ്തു, സുഗന്ധദ്രവ്യ. ഊദ്, ഊദില്ല, ഊദ് പെർഫ്യൂം, നല്ല മണമുള്ള അത് വേണോ? ഇടക്കിടക്ക് മേളെല്ലാം മണിപ്പിക്കണം, സുന്നത്താണത്. നബി തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല എപ്പോഴും മണക്കുന്ന ശരീരമാണെങ്കിൽ ബുദ്ധിയും കൂടും. ഓൻ കുളിക്കാണ്ട് നാളെ പിന്നെ ബുദ്ധി കൂടുന്നു.
മൻ താബ റീഹുഹു സാദ അഖ്ലുഹു മൻ നളഫ തൗബുഹു ഖല്ല ഹമ്മുഹു. ഇമാമുനാ ഷാഫിഈ. ഒരാളുടെ ഡ്രസ്സ് അവന്റെ എന്താ പറയാ, ഡ്രസ്സിങ് എപ്പോഴും നല്ല വട്ടം, നല്ല ചേലും, നല്ല ഉഷാർ, ഇസ്ത്രി എല്ലാം ഇട്ട് എപ്പോഴും നല്ല വൃത്തി, നല്ല സെറ്റ് എങ്കിൽ